കുറച്ച് മീൻ കിട്ടുന്ന അറിയാൻ വേണ്ടിട്ട് ഞാനും വിനും കൂടിയിട്ട് നേരെ ഒന്ന് വാടിക്കടപ്പുറത്തേക്ക് വിട്ടുട്ടാ. നല്ല രാവിലെ ആയതുകൊണ്ട് മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാർന്നൊക്കെ കാണാൻ വേണ്ടിട്ട്. അവിടെ ചെന്നപ്പോള് എവിടെ നോക്കിയാലും നല്ല മുഴുത്ത ഡുണ്ടുമണി പോലെ ഇരിക്കുന്ന ഉരുണ്ട ചാളകളായിരുന്നേ. വള്ളക്കാര് വള്ളം അടിപ്പിക്കണതും മീനിങ്ങനെ കൊട്ടയിൽ കോരിക്കൊണ്ടു പോണതും വലയിന്നിങ്ങനെ മാറ്റിയിടണതും തിരിയണതും എല്ലാം കണ്ട് നോക്കി രസിച്ച് നിൽക്കാറുണ്ട് ഞങ്ങള്. അവിടെ വല വലിച്ചോണ്ടിരിക്കുന്ന മാമന്റെ അടുത്ത് ഇച്ചിരി മീൻ തരാം മാമാന്ന് ചോദിച്ചപ്പോ തന്നെ മാമന്റെ കൊട്ടയിൽ എടുത്ത് 2 കൈ കൊണ്ട് വാരിട്ടിട്ട് അത് മുഴുവൻ നീ എടുത്തോന്നും പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്നുട്ടാ. ഓസിന് മീൻ കിട്ടിയപ്പോ എന്തൊരു സന്തോഷം. ഇന്നത്തേക്ക് കറി വെക്കാനും പൊരിക്കാനുള്ളതായിട്ടുണ്ട്. ആഹാ, നല്ല മാമൻ. ആ മാമന് വള്ളം നിറയെ മീൻ കൊടുക്കണമെന്നും പറഞ്ഞു ഞങ്ങൾ നേരെ കിട്ടിയ മീനും കൊണ്ട് വീട്ടിൽ പോന്നേ. അപ്പൊ എങ്ങനെ ഓസിന് മീൻ മേടിക്കാന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മുറ്റത്തെ പടിയെല്ലാം വിനു ഏറ്റെടുത്തപ്പോ അടുക്കളയിലുള്ള പടിയൊക്കെ ഞാൻ ഏറ്റെടുത്തു. ഇന്നലത്തെ മീൻകറി ഉണ്ടായതുകൊണ്ട് തന്നെ തോരൻ എന്ത് വെക്കുന്ന ആലോചിച്ചിട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന കോവയ്ക്കാണ് അതിങ്ങനെ മസാല കൂട്ടി പൊരിച്ചെടുത്തുട്ടാ. പിന്നെ അന്നത്തെ പോലെ വീട്ടിൽ ലഞ്ച് ബോക്സിൽ ചോറിട്ട് കൊടുക്കുന്നു, തോരൻ വെച്ച് കൊടുക്കുന്നു, മീൻ പൊരിച്ചില്ലാത്ത കാരണം മുട്ട വറുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടാ. മീൻകറിയും മോരുകറിയും സെപ്പറേറ്റ് പാത്രത്തിലാക്കിയത് എല്ലാം കെട്ടി പൊതിഞ്ഞ് അവന്റെ വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവ പോയി കഴിഞ്ഞപ്പോഴാണ് പേരക്കെല്ലാം പഴുത്ത് വീണ് പോണത് ഞാൻ കണ്ടതിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, തോട്ടി എടുത്തോണ്ട് വന്ന് ഞാനും കുറച്ച് പൊട്ടിച്ചെടുത്തേ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നേ. കുറച്ച് പേരിനോട് ഡയറ്റിലാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.